തൃശൂർ ചേലക്കരയിൽ വി.എം. സുധീരൻ പ്രസംഗിച്ച വേദി നിർമ്മിച്ചത് ബാർ ഉടമകളുടെ പണം കൊണ്ടെന്ന സസ്പെൻഷനിലായ കോൺഗ്രസ് തിരുവല്ലോമല മണ്ഡലം പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. തൃശൂർ ജില്ലയിൽ പലയിടങ്ങളിലും ബാർ ഉടമകളുടെ പണം വാങ്ങിയിട്ടുണ്ടെന്ന് താൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതായും ജോർജ് പുളിങ്കാല റിപ്പോർട്ടറോട് പറഞ്ഞു. നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാതെ അവിടെ അറിയാതെ പോയി പിരിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ല. അപ്പം കാരണം ഇത് ഹോട്ടലാണ്. തിരുവല്ലാമല അമ്പലത്തിൽ പോയി തൊഴുത് പുനർജനി പോയി ഇത് കണ്ടുപോകുന്ന സ്ഥലത്താണ് ഞാൻ പൈസ വാങ്ങിച്ചത്. പക്ഷേ ഞാനൊരു ബലിയാടായെന്നുള്ള സത്യമാണ്. KPCC നൽകിയ കൂപ്പണുകൾ ഉപയോഗിച്ച പണം പിരിക്കരുതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഇ വേണുഗോപാല മേനോനും KPCC അംഗം NK കൃഷ്ണനും ബൂത്ത് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പണം നൽകാതെ വന്നാൽ തനിക്കെതിരെ KPCC നടപടിയെടുത്തുകൊള്ളുമെന്ന് ഇവർ പ്രചരിപ്പിച്ചു. ബൂത്ത് കമ്മിറ്റികളുടെ നിസ്സഹകരണം മനസ്സിലാക്കിയ താൻ 4 കൂപ്പണുകൾ അച്ചടിച്ച് പണം പിരിച്ചു. ഓക്ട്രി ബാറിൽ നിന്നായിരുന്നില്ല, ഹോട്ടലിൽ നിന്നായിരുന്നു 5000 രൂപ വാങ്ങിയത്. പൈസ പിരിക്കാൻ കാരണം ഉണ്ടാകുകയും റെസിറ്റ് ഉണ്ടാകുകയും ചെയ്തത് ബൂത്തിൽ നിന്ന് പൈസ കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടീനെ, അപ്പോൾ ഈ പുളിങ്കാല എന്ന ഇയാളെ ഇവിടുന്ന് എടുത്ത് കളഞ്ഞോളും, ഇയാളിവിടെ മണ്ഡലം പ്രസിഡന്റ് ഇനി ആകത്തില്ല, അയാൾ ഇതോടുകൂടി പൊയ്ക്കോളും, പാർട്ടികളെ എടുത്ത് കളഞ്ഞോളും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ ആരെ ഉദ്ദേശിക്കുന്നോ, ഏതൊരു മാഫിയ ആണെങ്കിലും ശരി, കോൺഗ്രസിനെ അവർക്ക് വിലയ്ക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം തിരുവല്ലാമല ഉണ്ടായെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. തന്നെ കഴിവുകെട്ടവനാക്കി നടപടിയെടുപ്പിക്കാനുള്ള ശ്രമം പാളിയതിനെ തുടർന്നാണ് ബാറുടമയിൽ നിന്നും പണം വാങ്ങിയെന്ന വാർത്ത പുറത്തെത്തിച്ചത്. ഇതിനു പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഷാപ്പുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ചേലക്കര അടക്കമുള്ള ഭാഗത്ത് ഈ വി.എൻ. സുധീരൻ ആയ അദ്ദേഹം പ്രസംഗിച്ച സ്റ്റേജുകൾ നിലകൊള്ളുന്നത്. ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തും അങ്ങനെ ഇങ്ങനെ കടന്നു പോകുന്നതിൽ പലരുടെയും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പലരും പൈസകൾ, പക്ഷേ എന്നെ മാത്രം ഒരു ടാപ്പിൽ വീഴ്ചതാണ്. തന്റെ നിരപരാധിത്വം KPCC പ്രസിഡന്റിനും DCC നേതൃത്വത്തിനും ബോധ്യപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും ജോർജ് പുളിങ്കാല പറഞ്ഞു. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.